നമുക്ക് പേരന്റ് ചൈൽഡ് ഇന്ററാക്ഷൻസ് അല്ലെങ്കിൽ പേരന്റ് ചൈൽഡ് ബോണ്ട്, ഒരു കുട്ടി അവരുടെ പേരൻസുമായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ബോണ്ട് എങ്ങനെ കൂടുതൽ ഇന്ററാക്റ്റീവ് ആക്കാം, അല്ലെങ്കിൽ എങ്ങനെ കൂടുതൽ ഡെവലപ്പ് ചെയ്തെടുക്കാം, അവരുടെ ആ റിലേഷൻ എങ്ങനെ കൂടുതൽ ബെറ്റർ ആക്കി എടുക്കാം ഫോർ വർക്കിംഗ് പേരൻസ്. ബേസിക്കലി വർക്ക് ചെയ്യുന്ന പേരൻസിന് അവരുടെ വർക്കിംഗ് ടൈം കഴിഞ്ഞിട്ട് കുട്ടികളുടെ അടുത്ത് വരുമ്പോൾ ഹൗ ക്യാൻ ദേ മേക്ക് ഇറ്റ് മോർ ഇന്ററാക്റ്റീവ്? Okay. So parent-child interaction is a very precious bond. Satyam Barninya, that's the best bond in the world. And I really feel that working parents very many times that a challenge aanu, to balance the job and to balance the family and then the interaction. So a few simple things parents nu cheyan pattunnathu, primarily active listening. Okay. Very simple example ഞാൻ പറയാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ ഐ വാസ് റിയലി ടയേർഡ്, ബിക്കോസ് ഞാനും ഒരു വർക്കിംഗ് മദറാണ്, ആൻഡ് ഐ വാസ് റിയലി ടയേർഡ്. ചെന്നപ്പോഴത്തേക്കും എൻ്റെ കുഞ്ഞ് ഹി ബോട്ട് എ ബുക്ക് വിച്ച് ഹാഡ് എ ലോട്ട് ഓഫ് പിക്ചേഴ്സ് ഇൻ ഇറ്റ്. ഓക്കെ, ആൻഡ് അവൻ ആ ബുക്കിനകത്ത് കുത്തി വരച്ചു. I was exhausted. I didn't even have the energy to actually, play with him. But she book konduvannapo, what I did was, I was there with him. I was listening. I was watching and observing avanu enna cheyyune ennallathu. He didn't want a lot of words from me like let's do it or come on or go. He just wanted me to sit and look at him, listen to what he was doing. Okay. So active listening aanu primarily a parent can give a child. Okay, irrespective of ABCD that comes, whatever happens, active listening ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പേരൻസുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കും. Okay. Primary. Second thing is be good reinforcers. എന്ന് വെച്ചാൽ റീഇൻഫോഴ്സേഴ്സ് എന്ന് പറയുമ്പോൾ ഐ എം നോട്ട് സേയിങ് ബൈ എ ലോട്ട് ഓഫ് ടോയ്സ് ഫോർ ദം, അല്ലെങ്കിൽ കുറേ ചോക്ലേറ്റ്സ് ആൻഡ് ഈറ്റബിൾസ് വാങ്ങിക്കുക, അങ്ങനെയല്ല. ബട്ട് അറ്റ്ലീസ്റ്റ് അവർ ചെയ്യുന്ന കാര്യങ്ങൾ ബി ദെയർ ടു അപ്രീഷിയേറ്റ് ഇറ്റ്. ഒരു വാലിഡേഷൻ അവർക്ക് കൊടുക്കുമ്പോൾ, ലൈക്ക് വെൻ യു സേ വെരി ഗുഡ് യു ഡിഡ് ഇറ്റ് ഓർ ഐ എം ഹാപ്പി യു ഡിഡ് ഇറ്റ് എന്ന് പറയുമ്പോൾ ആ വേർഡ്സിനകത്ത് ദർ ഈസ് എ ലോട്ട്. സോ ദിസ് ഈസ് സംതിങ് ദാറ്റ് എ പേരൻറ്റ് ക്യാൻ ഡു to increase a parent-child bond. പക്ഷേ this is just a very, very little bit. Okay, being a parent, you have children, children who are within the age of 1 to 5 years. ആ ഒരു ഏജ് റേഞ്ചിലുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ you should give 80% of your time to them. 80% of the time എന്ന് ഞാൻ പറയുമ്പോൾ I'm not saying that you have to be there with them 24/7. Okay, പക്ഷെ കുഞ്ഞിന് if they feel like expressing themselves to somebody, you should be there. If you can't be there, then at least take carer or a grandparent should act just like a parent. Okay, just like a parent. Okay, sounds a little I know parentine വേറെ ആരുടെയും പൊസിഷൻ എടുക്കാനായിട്ട് പറ്റൂല. That's a main problem. കാര്യം ആര് ആക്ട് ചെയ്താലും പേരന്റ് പോലെ ആക്ട് ചെയ്യുമ്പോൾ there is a limitation. പക്ഷെ again നമുക്കും നമ്മളുടെ സിറ്റുവേഷൻ മൂവ് ഫോർവേഡ് ചെയ്തേ പറ്റത്തുള്ളൂ, നമുക്ക് പുതിയ ഇത് ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ ക്രിയേറ്റ് ആ ഒരു എന്താ പറയുക എൻവയറമെന്റ്, മേ ബി മേക്ക് ഷുവർ ദാറ്റ് ദ പേഴ്സൺ ഹു ഇസ് വിത്ത് ദ ചൈൽഡ് അത് കുറച്ചും കൂടെ ഇന്ററാക്റ്റീവ് ആയിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ വരുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് വീട്ടിൽ വരുന്ന നമ്മൾ ഉള്ള സമയത്ത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ആസ് യു സെഡ് ആക്റ്റീവ് ലിസണേഴ്സ് ആവുക, അവർക്ക് പറയാനുള്ളത് കേൾക്കുക, അവരുടെ കൂടെ ഇരിക്കുക. നമ്മൾ ഇരുത്തി പഠിപ്പിക്കുകയൊന്നും വേണ്ട, എന്താ യൂഷ്വലി എന്താ സംഭവിക്കുന്നത്, നമ്മൾ വന്ന ഉടനെ വാട്ട് വി ഡു ഇസ് വി കോൾ ദം ആൻഡ് കം സ്റ്റഡി, ഇത് ചെയ്യും അത് ചെയ്യും. കാര്യം നമ്മളും ഭയങ്കര ടയേർഡായിട്ടോ അല്ലെങ്കിൽ ഇതായിട്ടോ ആയിരിക്കും വരുന്നത്. നമ്മളുടെ ഇമോഷണൽ ടാൻട്രംസ് അവരുടെ അടുത്ത് ത്രോ അപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവഞ്ച്വലി അവരാ പിന്നെ നമ്മുടെ അടുത്തോട്ട് വരിക അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ചെയ്യുക എന്നുള്ളത് പയ്യെ പോകും. ഓൾവേസ് ഷുഡ് ബി ലൈക്ക് എ പ്ലേ. ഒരു 5 years ഓൾഡിന്റെ താഴോട്ടുള്ള കുട്ടികളാണെങ്കിൽ should always be a play method. You should find some time at least to play with them. Yeah, that's right. You don't have to teach them anything, you have to play with them. You have to spend a little time so that they can grab something from you. Exactly. If you've seen this movie called Tare Zameen Par, ഭയങ്കര ഓൾഡ് ആയിട്ടുള്ളൊരു മൂവിയാണ്, പക്ഷേ
until date, Amir Khan's ഒരു മൂവിയാണ്. Until date, the movie has given us a lot of information. Yeah, it has spread a particular problem in which is so prevalent in the world today. അപ്പോൾ അതിനകത്തും നമ്മൾ ആ മൂവിക്കകത്ത് ഭയങ്കര എവിഡൻ്റ് ആയിട്ട് കാണുന്നത് അച്ഛനും അമ്മയും കുഞ്ഞിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല. അമ്മ ഇസ് സപ്പോർട്ടിങ് ദ ചൈൽഡ്, ബട്ട് ആസ് മച്ച് ആസ് വാട്ട് ദ മദർ ഇസ് സപ്പോർട്ടിങ്, ദ ഫാദർ ഇസ് നോട്ട് സപ്പോർട്ടിങ്. ആൻഡ് യു കാൻറ്റ് ബ്ലെയിം anybody there. You can't blame the father, you can't blame the mother, you can't blame the child. ആ കുഞ്ഞിന് ലേണിംഗ് ഡിസബിലിറ്റി എന്നുള്ളൊരു പ്രോബ്ലം അവിടെ വരുമ്പോഴത്തേക്കും ദ പേരൻറ്റ് ഇസ് നോട്ട് അണ്ടർസ്റ്റാൻഡിങ് എന്താ ചെയ്യേണ്ടേ എന്നുള്ളത്. ഓക്കെ, അത് അവയർനെസ് ഇസ് എ ഫാക്ടർ, റൈറ്റ്? സോ നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ഓൺലി അവരുടെ കൂടെ ഇൻറ്ററാക്ട് ചെയ്ത് അവരുടെ കൂടെ ഇരുന്ന് അവരെന്താന്നുള്ളത് മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമാണ് അവരുടെ സ്കിൽസ് എന്താണ്, അവരുടെ ഡ്രോബാക്സ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ, റൈറ്റ്? സോ ആ ബോണ്ട് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ബേസിക്കലി ദിസ് തിങ്. യു ഡോണ്ട് ഹാവ് ടു ഡു സോ മെനി തിങ്സ്, യു ജസ്റ്റ് ഹാവ് ടു ഡു സിമ്പിൾ തിങ്സ്. അത് സിമ്പിളായിട്ട് അവരുടെ കൂടെ നിന്ന്. Another thing I would like to highlight is പല അമ്മമാർ കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെൻറ്റ് ഏജ് നോക്കിയിട്ട് ലൈക്ക് ജസ്റ്റ് 2 years 3 years ഒക്കെ ആകുമ്പോഴത്തേക്കും അവരുടെ പ്രൊഫഷനിൽ നിന്ന് അവർ ക്വിറ്റ് ചെയ്യും. ഈ കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ അവരുടെ പ്രൊഫഷനിൽ നിന്ന് ക്വിറ്റ് ചെയ്യും for a lot of factors, probably social, family, a lot of factors. പക്ഷെ remember, this is something that is not something that everybody would appreciate. Okay, yes, challenges ഉണ്ടാവാം, yes, they might have a lot of background factors, but at the same time ഒരു പ്രൊഫഷനിൽ നിന്ന് ഒരു അമ്മ കംപ്ലീറ്റ് ആയിട്ട് ക്വിറ്റ് ചെയ്യരുത്. They should be able to have at least one small thing that they called as profession. Okay, I know homemaker's ആയിട്ടുള്ള അമ്മമാരുണ്ടാവും, ഹൗസ് വൈഫ്സ് ഉണ്ടാവും. ഓൾഡൻ ഡേയ്സ് അമ്മമാർ when they quit from their profession, there's nothing else to do but except take care of the family. പക്ഷേ the parent is setting an example. നാളെ ഈ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ the parent is telling the child, showing the child from their life that നിങ്ങളും ഇങ്ങനെ ഒരു സ്റ്റേജ് എത്തുമ്പോൾ you have to quit from your profession. And also fathers, അവരും they have to also learn a lot, because അവർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ they might feel that okay, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, or how do I spend more time with them, because children also കാര്യം മദർ ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ ചിലപ്പം ഫാദറിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള കുട്ടികളുണ്ടാവും. സോ അവരുടെ അടുത്ത് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യില്ല, അല്ലെങ്കിൽ നമ്മൾ ഇറ്റ്സ് എ ബിസി ടൈം, നമ്മളുടെ ജോബ് ഇതെല്ലാം ബിസിയാണ്. പക്ഷേ യു ഷുഡ് ഓൾസോ ഫൈൻഡ് എ ലിറ്റിൽ ടൈം ഫോർ ദം. Absolutely, Alex. Especially ഒരു ആൺകൊച്ചുണ്ടെങ്കിൽ they will look forward to the mother till probably about 7-8 years. പക്ഷേ once ആ ഏജ് കഴിയുമ്പോൾ once they go to 9-10 and then when they hit their adolescence, their fathers become their superheroes, they become their models, and then what the father do is exactly what this child learns, and this is what the child become, right? അപ്പോൾ അവരെ നമ്മൾ ഷേപ്പ് ചെയ്യുന്നത് is from the childhood. We are not shaping them from teenage or from adolescence or from early adulthood. അതിനകത്ത് ഡിസിപ്ലിൻ ആണെങ്കിലും ഇതാണെങ്കിലും കാര്യങ്ങളാണെങ്കിലും you don't have to teach them, you just have to show them. So അത് നമ്മളൊന്നും നിർത്തി പഠിപ്പിച്ചു this is a rule, you can't do all that. You just have to show which way you have to take them. Correct. അത് അവർ തന്നെ ഫോളോ ചെയ്തു. That's right. So also I would like to emphasize on the golden hour of the day is during the sleep time. എന്താണ് പേരൻസ് സ്ലീപ്പ് ടൈമിന് മുമ്പ് കുഞ്ഞിന് ചെയ്യുന്നത് എന്നുള്ളത് is extremely important, because this is what goes running into a child's brain through the next day too. Even studies says that നമ്മൾ ഉറങ്ങി കിടക്കുമ്പോൾ നമ്മൾ ലാസ്റ്റ് തിങ്ക് ചെയ്ത കാര്യം, ലാസ്റ്റ് ചെയ്ത സാധനം ഫുൾ ഇതിൽ നമ്മളുടെ ബ്രെയിനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ആ ലാസ്റ്റ് ഗോൾഡൻ അവർ ടോൾ ആ സമയത്തുള്ളത് നമ്മുടെ ബ്രെയിൻ റീവർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അത് നമുക്ക് തിരിച്ച് രാവിലെ ആകുമ്പോഴും നമ്മളത് ഓർത്ത് തന്നെ ഇരിക്കാം. ദാറ്റ് ഇസ് ബിക്കോസ് നമ്മളുടെ ബ്രെയിൻ ഇസ് ഫങ്ഷൻ. സോ ആ ഒരു കുട്ടിക്കുണ്ടാവുന്ന അതിന് മുമ്പുണ്ടാവുന്ന എല്ലാ കണ്ടീഷൻസും, അത് ഇമോഷണൽ കണ്ടീഷൻ, നമ്മൾ ചിലപ്പോൾ നമ്മൾ പറയാം നമ്മൾ വീട്ടിൽ ഫൈറ്റ്സ് ഒക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് അവരൊന്നും പിക്ക് ചെയ്യുന്ന അവർ കാണുന്നില്ലെന്ന് വിചാരിക്കും. പക്ഷേ ദേ ആർ വാച്ചിങ്, ദേ ആർ സീയിങ് ഇറ്റ്. അപ്പം അത് ഇറ്റ് ഇസ് ക്വൈറ്റ് അഫക്റ്റിംഗ് ദെയർ വെൽബീങ്. അവർ കുറച്ച് വലുതാവുമ്പോഴൊക്കെ ആയിരിക്കും ചിലപ്പോൾ തിരിച്ചത് നമ്മളുടെ അടുത്ത് കാണുന്നത്. നമ്മൾ കുഞ്ഞിനെ തന്നെ ആ ഒരു എൻവയറൺമെന്റ് ഷുഡ് ബി ക്രിയേറ്റഡ്. അത് നോട്ട് ജസ്റ്റ് വൺ പേരന്റ്, അത് രണ്ടുപേരും അതേപോലെ തന്നെ അവരുടെ അടുത്ത് കാണിച്ച്
ഇത് ചെയ്യാൻ. Yes. Satyam, I really pity the children who, are left with their grandparents or with a maid and the parents are away from them during their development phase. Especially ഒരു വയസ്സും 5 വയസ്സിന് ഇടയ്ക്കുള്ള കുഞ്ഞുങ്ങൾ, for whatever reasons. Because അവരുടെ ഡെവലപ്മെൻറ്റ് ടൈമിൽ പേരൻസിന് അവരുടെ കൂടെ ബോണ്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, do not expect your child to have any bond with you once they reach their adolescence or their early adulthood. What you can't give them when they are children, don't expect that back from them. Because അത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ അത് മണ്ടത്തര. That is absolutely a no. Because that's the world. What you give is what you get back. That's how the world is. The parents listening to us, an advice or a friendly talk from both of us is, കുഞ്ഞുങ്ങളുടെ developmental time stay with them. Build your bond now. Don't wait for later. What comes or what you give to them is what you're going to get back from them. Okay? Live in the today. Do not wait for the future.